സ്തോത്രം. 1 തിമോത്തിയോസ് ആ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചോട്ട്. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി എനിക്ക് ശുശ്രൂഷ തന്നത് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അടുത്ത വാക്യം കൂടെ. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ശക്തി നൽകി ദൈവം എന്നെ ശുശ്രൂഷയ്ക്കാക്കി. പ്രൈസ് ദി ലോർഡ്. തൊട്ട് മുമ്പ് കേട്ട അതേ ദൂത് തന്നെയാണിത്. നമ്മൾ കർത്താവ് ശക്തി നൽകി. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്തു വേണം? ശക്തി വേണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീൻ. ദൈവത്തിന് സ്തോത്രം. You shall receive power when the Holy Spirit shall come upon you, and you shall be my witnesses unto Jerusalem, Judea, Samaria, and the uttermost parts of the world. ശക്തി വേണമെങ്കിൽ, ശുശ്രൂഷ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഗ്രാജുവേറ്റ്സ് മാത്രമല്ല, സ്റ്റുഡൻസ് മാത്രമല്ല, എല്ലാവരോടും ആദ്യം എനിക്ക് പറയാനുള്ള ദൂത്, പ്രൈസ് ദി ലോർഡ്, എന്ത് ചെയ്യണം? ശക്തി പ്രാപിക്കണം. ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഏതാണ്ട് 3 വർഷം എഫെസോസ് സഭയിൽ അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷിച്ച അനന്തരം മിലേത്തോസിൽ നിന്ന് സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവർക്കൊരു സമാപന സന്ദേശം നൽകുന്ന ചരിത്രമാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പെട്ടെന്ന് 20-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ സന്തത സഹചാരികളായിരുന്നു അപ്പോസ്തലനായ തിമോത്തിയോസും തീത്തോസും. 2 പേര് പൗലോസിൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിച്ചുണ്ടെന്ന്. അതിൽ തീത്തോസിനെ കെങ്ക്രയ സഭയുടെ ശുശ്രൂഷ ക്രമീകരിക്കാനായിട്ട് വിടുകയും പൗലോസിനെ തിമോത്തിയോസിനെ എഫെസോസിലെ സഭയുടെ കാര്യങ്ങൾ ക്രമീകരിക്കാനുമായി പറഞ്ഞു വിടുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ തിമോത്തിയോസ് എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തെ വിട്ടത് എങ്ങോട്ടാണ് വിട്ടത്? എഫെസോസിലെ സഭയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ താൻ പരമേൽപ്പിച്ചതായിരിക്കുന്ന പ്രധാന ദൗത്യം. Timotheus was an young man in his first pastorate and he encountered many problems in his ministry. ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു തിമോത്തിയോസ്. അപ്പോൾ ദൈവസഭയിൽ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനേക പ്രശ്നങ്ങൾ തരണം ചെയ്യണമെങ്കിൽ പൗലോസ് പറയുകയാണ്, തിമോത്തിയോസേ, നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ പഠിത്തം കൊണ്ടോ നിന്റെ ബുദ്ധിസാമർഥ്യം കൊണ്ടോ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഒക്കത്തില്ല. നിന്റെ ടെക്നിക്ക് കൊണ്ടൊന്നും കർത്താവിൻ്റെ വേല ചെയ്യത്തില്ല. പല വേല ചെയ്യാം, പക്ഷെ കർത്താവിൻ്റെ വേല ചെയ്യണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മകനെ തിമോത്തിയോസേ, പ്രൈസ് ദി ലോർഡ്, നിന്റെ കൃപാവരം ജ്വലിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഗ്രാജുവേറ്റ് എന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ആത്മാവിൽ ജ്വലിപ്പിച്ചിട്ട് വേണം കർത്താവിൻ്റെ വേലയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തിമോത്തിയോസ് നേരിടേണ്ടി വന്ന 2 പ്രതിസന്ധികൾ. ഒന്ന്, ടു ഫേസ് ദ ഫോൾസ് ടീച്ചേഴ്സ്, ദുരുപദേശം പഠിപ്പിക്കുന്നവർ ഒത്തിരി പേര്. ഇന്നത്തെ കാലങ്ങളിൽ നമുക്കറിയാമല്ലോ, ഇന്ന് മാത്രം ദുരുപദേശമാണ്. അത് തന്നെ പറയണമെങ്കിൽ എനിക്ക് ഒത്തിരി സമയം വേണം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദുരുപദേശത്തിനെതിരെ പോരാടുക. 2, പ്രീച്ച് ദ വേർഡ്, വചനം പ്രസംഗിക്കുക. പ്രസംഗിക്കാൻ മൈക്ക് കൈ കിട്ടിയാൽ ഒരു വാക്യം വായിച്ച് നമ്മുടെ വായി വരുന്നതല്ല പറയേണ്ടത്, പൊളിറ്റിക്സും അല്ല പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക. ദൈവത്തിന് സ്തോത്രം. തിമോത്തിയോസേ,
നീ മറ്റൊന്നും പറയണ്ട, വചനം പ്രസംഗിച്ചാൽ മതി. നീ ശാസ്ത്രം പറഞ്ഞില്ലേലും കുഴപ്പമില്ല, നീ സാഹിത്യത്തിൽ പ്രസംഗിച്ചില്ലേലും കുഴപ്പമില്ല, നിന്റെ ഗ്രാമർ പോരായെങ്കിലും കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രീച്ച് ദ വേർഡ്. ബൈബിള് പ്രസംഗിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയോടുകൂടെ, ദൈവം തരുന്ന ശക്തിയോടുകൂടെ ദൈവവചനം നീ പ്രസംഗിക്കണമെന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ഒന്നാമത് എന്ത് ചെയ്യണം? നമ്മളെ സൂക്ഷിക്കണം. ഇല്ല, ഈ പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? മനുഷ്യർ നോക്കും, ഈ പുള്ളി പറയുന്നതും ഈ പുള്ളിയുടെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. നമ്മുടെ അകത്തുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളെ മൈൻഡ് വലിയ കാര്യം, പുള്ളി അങ്ങനെയാണെന്ന് ചിന്തിക്കുമെങ്കിലും നമ്മളെ വാച്ച് ചെയ്യുന്ന ഒരു ലോകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ നമ്മുടെ ജീവിതം നോക്കും. ഈ പുള്ളി സ്റ്റേജിൽ കയറി എന്ന് പ്രസംഗിക്കുന്നതും ഈ പുള്ളിയുടെ ജീവിതവും ഇങ്ങനെ, ഈ ഇംഗ്ലീഷുകാർ പറയും വാക്ക് ദ ടോക്ക്. ഈ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമില്ലെങ്കിൽ ഒരു മനുഷ്യനും ഞാൻ എത്ര തൊണ്ണവ വലിച്ചു കയറിയാലും ശ്രദ്ധിക്കത്തില്ല. നമുക്ക് പുള്ളി അറിയാമല്ലോ എന്ന് പറയാം. സ്തോത്രം. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ ഉപദേശത്തെ സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം, ഡോക്ട്രിൻ, പ്രീച്ച് ദ ഡോക്ട്രിൻ, കീപ് ദ ഡോക്ട്രിൻ. ഡോക്ട്രിൻ എന്നുള്ള ഒരൊറ്റ പദപ്രയോഗം തിമോത്തിയോസിന്റെ ലേഖനത്തിൽ മാത്രം 9 പ്രാവശ്യം പറയുന്നുണ്ട്. പ്രീച്ച് ദ ഡോക്ട്രിൻ, ലേൺ ദ ഡോക്ട്രിൻ. എന്തിനാ ദൈവവചനം പഠിക്കാൻ ബൈബിൾ കോളേജിൽ വരുന്നത്? ബൈബിൾ സ്വന്തമായിട്ട് വായിച്ചാൽ പ്രസംഗിക്കത്തില്ലേ? അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട്. ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. ദൈവം അവർക്ക് കൊടുത്ത കൃപയെ അതാണെങ്കിൽ അവർ ചെയ്തോട്ടെ. പക്ഷെങ്കിൽ ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്. വചനം പൊരുൾ തിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഷണ്ണൻ ബൈബിൾ വായിച്ചുകൊണ്ട്, യെശയ്യാ പ്രവചന പുസ്തകം വായിച്ചുകൊണ്ട് മുമ്പോട്ട് രഥത്തിൽ വരികയാണ്. ഫിലിപ്പോസ് ചേർന്ന് എന്ന് ചോദിച്ചു, നിനക്ക് വായിക്കുന്ന വല്ലതും പിടികിട്ടുന്നുണ്ടോ? അവൻ പറയുകയാണ്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തിരഞ്ഞാൽ പിടികിട്ടത്തില്ല. അതായി ദൈവദാസന്മാർ ചെയ്യുന്നത്. വചനം പൊരുൾ തിരിച്ച് നിങ്ങളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരുത്തൻ ഈ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ, ഇത് വലിയ മഹാസമുദ്രം പോലെ കിടക്കുമല്ലോ, നമ്മളെ കണ്ട് പഠിപ്പിച്ചാൽ തീരുമോ? ഒരുത്തൻ പൊരുൾ തിരിച്ചു തിരഞ്ഞാൽ എങ്ങനെയാ സാറേ ഇതൊക്കെ മനസ്സിലാക്കുന്നതെന്ന് ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിച്ചത്. ദൈവവചനം എവിടെ പഠിപ്പിക്കുന്നുവോ, ഏത് കോളേജിൽ പഠിപ്പിക്കുന്നുവോ, അവർ ചെയ്യുന്നത് ദൈവവചനത്തിൻ്റെ പൊരുൾ തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇല്ല, എന്താ സംഭവിക്കാന്നറിയാമോ? വചനം ശരിയായിട്ട് പഠിക്കാത്തതുകൊണ്ട് ഇത്രയും വിഭാഗങ്ങളുണ്ടായത്, ഇത്രയും സഭകളുണ്ടായത്. എന്തുമാത്രം സഭകളാണ്! ജഹോവ വിറ്റ്നസ്, മോർമൺ, നിങ്ങൾക്കറിയാമല്ലോ സഭകൾ. എങ്ങനെ സഭകൾ ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു മുറിവാക്യം എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വചനം വിശ്വസ്തരെ ഫലമേൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങൾ ദൈവവചനം പഠിപ്പിച്ച് നിങ്ങളെ ഫലമേൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം യഥാർത്ഥമായിട്ട് നിങ്ങൾ പഠിച്ച് നിശ്ചയം. പൗലോസിനോട് തിമോത്തിയോസിനോട് നീ പഠിച്ചും. എന്തിനാ തിമോത്തിയോസിനോട് ചോദിക്കാൻ, എന്തിനാ പഠിക്കുന്നത്? എനിക്കറിയാമല്ലോ, ഞാൻ ചെറുപ്പം മുതലേ സൺഡേ സ്കൂൾ മുതലേ ഇതിൻ്റെ കേട്ട് വളർന്നതാ. പക്ഷേ തിമോത്തിയോസിനോട് പൗലോസ് പറയുക, നീ പഠിച്ചും, 2 നിശ്ചയം പ്രാപിച്ചുമിരിക്കുന്നതിൽ നിലനിൽക്കുക. പഠിക്കണം, പഠിക്കുന്ന കാര്യത്തിൽ നിശ്ചയം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ എന്ന് പറയുന്നത് ഈസി കാര്യമൊന്നുമല്ല. ആർക്കും എന്തേലുമൊക്കെ പ്രസംഗിക്കാൻ കഴിയും. പക്ഷെ പഠിക്കണം. ദൈവവചനത്തിൽ നിശ്ചയം പ്രാപിച്ചും ഇരിക്കണം എന്ന് ദൈവവചനം ഓർപ്പിക്കും. നമുക്കറിയാം, പഴയ നിയമത്തിലാണെങ്കിൽ എലീശാ പ്രവാചകന് ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു, അല്ലേ? ഉണ്ടായിരുന്നു. തുറന്നോസിന് പാഠശാല ഉണ്ടായിരുന്നു, ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. ബൈബിൾ സ്കൂൾ ചുമ്മാതെ ഉണ്ടാകുന്നതല്ല, ദൈവവചനത്തിന് അടിസ്ഥാനത്തിലുള്ളതാണ്. ഇതെല്ലാം ബൈബിൾ സ്കൂളുകളായിരുന്നു. അതുകൊണ്ട് ഞാൻ ജനിച്ചു വളർന്ന ഈ ദേശത്ത് തന്നെ
കർത്താവിൻ്റെ വേലയിൽ ഈ സ്ഥാപനം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വലിയ സിറ്റിയിലായിരുന്നെങ്കിൽ പിള്ളേർക്ക് വന്ന് പഠിക്കാൻ സൗകര്യമുണ്ട്, എല്ലാ കാര്യത്തിനും സൗകര്യമുണ്ടെന്ന്. പക്ഷേ ആദ്യം സ്വന്തം ദേശത്ത് സാക്ഷ്യം പറയാനാ ദൈവവചനം പറയുന്നത്. എനിക്ക് ധൈര്യത്തോടെ ഈ വെച്ചൂത്തറയിൽ സാക്ഷ്യം പറയാം. എന്നെ അറിയുന്നവരാണ് ഈ സകല ദേശ നിവാസികളും. ജീവിതവും പ്രവൃത്തിയും ദൈവനാമത്തിന് മഹത്വമായിരുന്നില്ലെങ്കിൽ ദൈവം ഇതിൽ പ്രവർത്തിക്കില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എന്നാ അഭ്യാസം വേണമെങ്കിലും കാണിക്കും, പക്ഷെ ദൈവം ഇതിനെ മാനിക്കണമെന്നുണ്ടെങ്കിൽ സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, ഇത് 27ാമത്തെ വർഷമാണ്. ഞങ്ങളുടെ പൈസ കൊണ്ടൊന്നും വല്ല നിലനിന്നേ. എൻ്റെ ഭാര്യ വളരെ ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്ന പൈസ കൊണ്ടാണ്. ഞാൻ പൈസ പിരിക്കുന്ന പരിപാടി എനിക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ മിടുക്കൊണ്ടോ ഒന്നല്ല നിലനിന്നത്, ദൈവം നട്ടതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നട്ടതാണെങ്കിൽ ദൈവം വളർത്തിക്കോളും. നമ്മൾ ശാന്തമായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നമ്മളൊന്നും ചെയ്യണ്ട, ഒന്നും വറിയിടേണ്ട കാര്യം. ഇത് എൻ്റെ പ്രസ്ഥാനമല്ല, ദൈവത്തിൻ്റെ പ്രസ്ഥാനമാണ്. ഇതിനൊരു ഉടമസ്ഥനുണ്ട്, ഞാനല്ല. വലിയവനായ ദൈവമാ. ദൈവത്തിന് സ്തോത്രം. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമാണ്. സകല മഹത്വവും ഇന്ന് രാവിലെ അറയ്ക്കപ്പെട്ട കുഞ്ഞാടിന് സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. തിമോത്തിയോസ് ചെറുപ്പക്കാരന്. അവൻ ചർച്ച ചെല്ലുന്നു കഴിയുമ്പം പുള്ളിയെ ചോദ്യം ചെയ്യും. ഇത്രയും കൊച്ചു പയ്യനാണോടാ ഞങ്ങൾക്ക് ശുശ്രൂഷിപ്പിക്കാൻ വന്നിരിക്കുന്നത് ചോദിച്ച് ചോദ്യം ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. നിനക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറയുന്നവരുണ്ട്, ഡിസ്ക്വാളിഫൈ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് മോനെ, നീ ഒരു കാര്യം ചെയ്യണം, ദൈവവചനത്തിൽ നീ ശക്തി പ്രാപിക്കണം, അതിനുശേഷമേ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാവൂവെന്ന് അപ്പോസ്തലനായ പൗലൂസ് തിമോത്തിയോസിനോട് പറയുകയാണ്. ഇപ്പം പൗലൂസ് ഇത് പറയുന്നത് വെറുതെ അല്ല. പൗലൂസ് പറയുകയാണ്, മോനെ, ഐ ഹാവ് എ ടെസ്റ്റിമണി. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തോടാണ് പറയുന്നത്. എനിക്കൊരു സാക്ഷ്യമുണ്ട്. എന്തോ ആ സാക്ഷ്യം? ഞാൻ മുമ്പേ നിഷ്ഠൂരനും പിന്നെ ദൂഷകനും ദൈവനാമത്തെ ഉപദ്രവിക്കുവാനുമായിരുന്നു. സ്തോത്രം. ഐ ഹാവ് എ ടെസ്റ്റിമണി. നിങ്ങൾ ദൈവവചനം പറയാൻ ചെല്ലുമ്പോൾ പറയണം, ഇത് പുസ്തകത്തിലുള്ളത് മാത്രമല്ല, എനിക്കൊരു സാക്ഷ്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമുണ്ട്. പൗലോസ് പറയുകയാണ്, ഐ ഹാവ് എ ടെസ്റ്റിമണി ടു ടെൽ യു. എനിക്ക് നിന്നോട് പറയാൻ ഒരു സാക്ഷ്യമുണ്ട് മോനെ. ഞാൻ മുമ്പ് ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു. സ്തോത്രം. നമുക്കെല്ലാവർക്കും ഒരു ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധ ഭൂതകാലമുണ്ട്. എന്നാൽ നാം സംസാരിക്കുന്ന ജനത്തോട് പറയണം, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം, ആ ദൈവത്തെയാണ് എനിക്ക് ഉയർത്താനുള്ള. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ പറയുന്ന കേട്ടല്ല, എൻ്റെ ജീവിതത്തിൽ ഐ ഹാവ് എ ലിവിങ് ടെസ്റ്റിമണി. എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമുണ്ട്. എൻ്റെ പഴയ സ്വഭാവം മാറ്റി, എൻ്റെ പഴയ ജീവിത രീതി മാറ്റി ദൈവം എന്നെ വിശ്വസ്തനെണ്ണി വേലയ്ക്കാക്കി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവസനത്തിൽ വിശ്വസ്തനായിരുന്നില്ല, പക്ഷേ ദൈവം എന്നെ വിശ്വസ്തനായി. സ്തോത്രം. ഇന്ന് രാവിലെ ഞാനിവിടെ നിൽക്കുന്നത്, ദൈവദാസന്മാരിവിടെ ഇരിക്കുന്നത് ഞങ്ങൾ വിശ്വസ്തരായത് കൊണ്ടല്ല, അവൻ ഞങ്ങള് വിശ്വസ്തരെണ്ണി ഈ വേലയ്ക്കാക്കി. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം അവിശ്വസ്തരാന്ന് പറഞ്ഞാലും ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായി നിൽക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ വിശ്വസ്തനെണ്ണി. പൗലോസ് പറയുകയാണ്, ഐ വാസ് ദ ചീഫ് ഓഫ് ദ സിന്നേഴ്സ്, ഐ വാസ് എ ബ്ലാസ്ഫീമർ, ഐ വാസ് എ പെർസിക്യൂട്ടർ, ഐ വാസ് ലുക്കിംഗ് ടു പെർസിക്യൂട്ട് ദ ക്രിസ്ത്യൻസ്. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിനോട് കൃപ തോന്നി. ദൈവത്തിനോട് കൃപ തോന്നി. ദൈവം തന്റെ കൃപയാൽ ഇന്ന് രാവിലെ നമുക്ക് പറയുവാൻ കഴിയുമോ? ദൈവം തന്റെ കൃപയാൽ എന്നെ വിളിച്ചു. ദൈവം തന്റെ കൃപയാൽ എന്നെ ശുശ്രൂഷയ്ക്കാക്കി. എന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. ദൈവം തന്റെ കൃപയാൽ എന്നെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. Oh, I received His mercy and His grace. ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും അവന്റെ മേൽ ധാരാളമായി ചൊരിഞ്ഞു. ദൈവദാസന്മാര് ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്, ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ ധാരാളമായ ദൈവകൃപ, അസംഖ്യമായ ദൈവകൃപ. ഓ ദൈവത്തിന് സ്തോത്രം. ഓ ദൈവത്തിന്റെ വലിയ കൃപ, ദൈവത്തിന്റെ വലിയ കരുണ. ദൈവത്തിന് സ്തോത്രം. His mercies are new every morning.
മോർണിംഗ് ബൈ മോർണിംഗ് ന്യൂ മെർസീസ് ഐ സീ. ഹല്ലേലൂയ. ഓരോ ദിവസവും പുതിയ കൃപ, ഓരോ ദിവസവും പുതിയ കരുണ, ഓരോ ദിവസവും പുതിയ കൃപ എൻ്റെ മേൽ ചൊരിഞ്ഞ് ദൈവത്തിന് എന്നോട് കൃപ തോന്നി. പറയാനൊക്കെ അങ്ങനെ പറയണേലേ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. ദൈവം എന്നോട് കൃപ തോന്നിയത് കൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നെന്ന് പറയണമെങ്കിൽ ഒരു സ്വല്പം ബുദ്ധിമുട്ടുണ്ടെന്നാ എൻ്റെ ചിന്ത. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഐ ആം ഹിയർ നോട്ട് ബിക്കോസ് ഐ ആം സോ ഹോളി. ഞാൻ വലിയ വിശുദ്ധനായതുകൊണ്ടോ വലിയ കഴിവുള്ള വ്യക്തി ആയതുകൊണ്ടല്ല. ദൈവത്തിന് എന്നോട് കൃപ തോന്നി, ദൈവത്തിന് എന്നോട് കൃപ തോന്നി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. This morning I am shouting to you because His mercy showered upon me. ദൈവത്തിന് എന്നോട് കൃപ തോന്നി, ദൈവത്തിന് എന്നോട് കരുണ തോന്നി. നിങ്ങളൊന്ന് ചിന്തിച്ച്, ദൈവത്തിന് എന്നോട് കൃപ തോന്നി, എന്നെ വേലയ്ക്കാക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് എന്നോട് മനസ്സലിവ് തോന്നി, ദൈവത്തിന് എന്നോട് കരുണ തോന്നി, എന്നെ വേലയ്ക്കാക്കി. ദൈവത്തിന് സ്തോത്രം. എന്നെ ദൈവ പൈതലാക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുകയാണ്, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി വേലയ്ക്കാക്കിയ കർത്താവിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരോട് പറയുവാൻ നാം തയ്യാറായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. I could have died today or I could have died and gone before. ഒരു കോവിഡ് വന്നപ്പം ഞാൻ തട്ടിപ്പോയേനെയും, പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ഇന്ന് വരെ എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിന് എന്നോട് തോന്നിയ മനസ്സലിവാണ്. എൻ്റെ ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വന്നു, ഞാൻ മരിച്ചു പോകുമെന്ന് ചിന്തിച്ചു, പക്ഷെ ഞാൻ ഇന്ന് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. എനിക്ക് പ്രശ്നങ്ങളുണ്ടായി, ഞാൻ ഇന്ന് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായപ്പോൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോൾ, കഷ്ടതകൾ ഉണ്ടായപ്പോൾ, പോരാട്ടങ്ങൾ ഉണ്ടപ്പോൾ, തകർന്നു പോയെന്ന് നിങ്ങൾ ചിന്തിച്ച സമയങ്ങളിൽ, രോഗം മരണം നിങ്ങളെ കീഴടക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച സമയങ്ങളില്ലേ, ഇന്ന് രാവിലെ പറയുവാൻ കഴിയുമോ? ഇറ്റ് ഈസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ. പ്രൈസ് ദി ലോർഡ്. അവരോട് പറയണം. മുമ്പ് രോഗത്തിൽ വിടുവിച്ച സാക്ഷ്യം നമ്മൾ കേട്ടു. എൻ്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്. 2013 ക്യാൻസർ വന്നു. ഇത് 4-ാം പ്രാവശ്യമാണ് പുറകെ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 4 പ്രാവശ്യം ക്യാൻസർ വന്ന് ട്രീറ്റ് ചെയ്ത വ്യക്തിയായിരിക്കുന്ന നിങ്ങൾക്ക് ചിന്തയുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. 4 പ്രാവശ്യം മരണം പുറകെ നടന്നു. ഡോക്ടർമാർ ഉപേക്ഷിച്ച സമയങ്ങളുണ്ട്, എന്നോട് ബൈ പറഞ്ഞ സമയങ്ങളുണ്ട്. ദൈവം വിശ്വസ്തൻ. അവൻ എന്നോട് കൃപ തോന്നി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പറയും, കർത്താവേ, നിനക്ക് എന്നോട് തോന്നിയ കൃപയ്ക്കായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞാൻ കർത്താവിൻ്റെ ദാസനോട് സമയമുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ഇരിക്കാനും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പൗലോസ് പറയുകയാണ്, അവൻ എന്നെ വിശ്വസ്തൻ എന്നെണ്ണി. ദൈവത്തിന് സ്തോത്രം. എന്താണ് വിശ്വസ്തത? ദൈവവചനം പറയുന്നു, മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. ദൈവം മോശ വിശ്വസ്തനാന്ന് പറയാൻ കാര്യം എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അത് തന്നെ പറയുന്നുണ്ടല്ലേ. യേശു മോശയെ പോലെ വിശ്വസ്തനായിരുന്നു. യേശു വിശ്വസ്തനായിരുന്നു. മോശയെക്കുറിച്ച് പറഞ്ഞു, അവൻ ദൈവഭവനത്തിലേക്കും വിശ്വസ്തനായിരുന്നു. ദൈവം എന്നെ വിശ്വസ്തൻ എന്നെണ്ണി. മോശയെക്കുറിച്ച് വിശ്വസ്തൻ എന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? ദൈവം എന്തു പറഞ്ഞോ അതുപോലെ മോശ ചെയ്തു. ദൈവം എന്തു പറഞ്ഞോ അതുപോലെ മോശ ചെയ്തു. സ്തോത്രം. നീല നൂല് കൊണ്ടും ചുവപ്പ് നൂല് കൊണ്ടും ഒക്കെ കർട്ടൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പം, ഞാനിപ്പോൾ ഇച്ചിരി വെള്ളനൂലല്ലേ ഉപയോഗിക്കേണ്ടതെന്ന് മോശ ചോദിച്ചോ? ഇല്ല. സ്തോത്രം. സ്വർണവും വെള്ളിയും എല്ലാം ഉപയോഗിക്കാൻ മോശയോട് പറഞ്ഞപ്പോൾ അതാത് തൂക്കത്തിൽ, അതാത് കനത്തിൽ അതേ ലോഹം മോശ ഉപയോഗിച്ചോ. മോസസ് ഡിഡ് വാട്ട് ഗോഡ് സെഡ് ടു ഹിം. ദൈവം എന്തു പറഞ്ഞോ അതുപോലെ മോശ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, അവൻ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. അവൻ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. ഇന്ന് രാവിലെ വളരെ ശാന്തമായി ഞങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളോട് എന്തു പറയുന്നുവോ അത് സമ്പൂർണമായി ചെയ്താൽ ഒരു ദിവസം നിങ്ങളെ ദൈവം വിളിക്കും, നല്ലവനും വിശ്വസ്തനുമായ ദാസനീ. ദൈവത്തിന് സ്തോത്രം. നല്ലവനായ റവറൻ്റെ എന്നല്ല,
നല്ലവനായ ബിഷപ്പ് എന്നല്ല, നല്ലവനായ ഡോക്ടറെ എന്നല്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. നീ അല്പത്തിൽ വിശ്വസ്തനായാൽ ദൈവം നിന്നെ അധികത്തിന് വിചാരകരാക്കും. രണ്ടുപേരെ നിന്റെ സഭയിലുള്ളതിലും അത് വിശ്വസ്തയോടെ നീ ചെയ്യുക. ദൈവം നിന്നെ വിശ്വസ്തനാക്കും. ദൈവത്തിന് സ്തോത്രം. ചെറിയ കൃപയെ നിനക്കൊള്ളെങ്കിൽ അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുക. വിശ്വസ്തരെ ദൈവം നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നാണ്. ദൈവത്തോട് വിശ്വസ്ത പാലിക്കുക, വചനത്തോട് വിശ്വസ്ത പാലിക്കുക, കുടുംബത്തോട് വിശ്വസ്ത പാലിക്കുക, സമൂഹത്തോട് വിശ്വസ്ത പാലിക്കുക, സഭയോട് വിശ്വസ്ത പാലിക്കുക. ദൈവം എന്നെ വിശ്വസ്തനെണ്ണി വേലയ്ക്കാക്കി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വാക്കുകൾ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്, അവൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഇന്ന് രാവിലെ സമയം ഇത് എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് ദൈവം പറയുമോ, അവൻ വിശ്വസ്തൻ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏലിയുടെ കുടുംബം ദൈവസന്നിധിയിൽ വേർതിരിക്കപ്പെട്ടു. പക്ഷേ ഏലി ദൈവസന്നിധിയിൽ വിശ്വസ്തത പാലിച്ചില്ല. ഏലിയുടെ മക്കൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ശുശ്രൂഷിച്ചില്ല. അവരുടെ സ്ഥാനത്ത് നിന്നും ദൈവം അവരെ പറിച്ചെറിഞ്ഞു. ശൗൽ രാജസ്ഥാനത്തേക്ക് വന്നു. ദൈവസന്നിധിയിൽ വിശ്വസ്തനായില്ല. ശൗലിനെ ദൈവം പറിച്ചെറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഓരോ വ്യക്തികളെ നോക്ക്. വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾ അധികം നാൾ ഇവിടെ നിൽക്കത്തില്ല, ശുശ്രൂഷയെ നിൽക്കത്തില്ല. തൽക്കാലം നിങ്ങൾക്ക് ഷൈൻ ചെയ്യാം, തൽക്കാലം മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാം. പക്ഷെ നീ ദൈവസന്നിധിയിൽ വിശ്വസ്തരല്ലെങ്കിൽ നീ ദൈവസന്നിധിയിൽ തൽക്കാലം ജയിക്കും, പിന്നെ നീ ജയിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മിൽ നിന്ന് അന്വേഷിക്കുന്നത് നാം വിശ്വസ്തരായിരിക്കണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. യോശുവ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നു. വിശ്വസ്തന്മാരായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തയോടെ നിന്നാൽ കഷ്ടങ്ങളുണ്ടാകും, പോരാട്ടങ്ങളാകും, പ്രതിബന്ധങ്ങളുണ്ടാകും. ആരും നിങ്ങളെ തലയിലെടുത്ത് വ്യക്തന്ന് വരത്തില്ല. പക്ഷെ ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. അബ്രഹാം പറഞ്ഞു, എൻ്റെ ദൈവം വിശ്വസ്തൻ. എലയാസാർ പറഞ്ഞു, അവൻ എൻ്റെ യജമാനായ അബ്രഹാമിനോടുള്ള ദൈവം വിശ്വസ്തയും ഉപേക്ഷിച്ചിട്ടില്ല. എലയാസാർ പറഞ്ഞു, ദൈവം വിശ്വസ്തൻ. മോശ പറഞ്ഞു, എൻ്റെ ദൈവം വിശ്വസ്തൻ. യോസേഫ് പറഞ്ഞു, എൻ്റെ ദൈവം വിശ്വസ്തൻ. പൗലോസ് പറഞ്ഞു, നിങ്ങളെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. വിശ്വസ്തനായ ദൈവം വിശ്വസ്തരെ അന്വേഷിക്കുന്നു. ദൈവത്തോട് വിശ്വസ്തത പാലിക്കുക, വചനത്തോട് വിശ്വസ്തത പാലിക്കുക, കുടുംബത്തോട് വിശ്വസ്തത പാലിക്കുക, സമൂഹത്തോട് വിശ്വസ്തത പാലിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.